2025 ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ ഗംഭീര ഫോമിലാണ് ടീം ഇന്ത്യ. ഗ്രൂപ്പ് ഘട്ടത്തിൽ കളിച്ച 2 മത്സരങ്ങളിലും കിടിലൻ ജയം സ്വന്തമാക്കിയ ഇന്ത്യ ഫൈനൽ പ്രതീക്ഷകൾക്ക് ആക്കം കൂട്ടുകയാണ്. ആദ്യ മത്സരത്തിൽ ബംഗ്ലാദേശിനെ 6 വിക്കറ്റിന് കീഴടക്കിയ ടീം ഇന്ത്യ രണ്ടാം മത്സരത്തിൽ പാകിസ്ഥാനെ വീഴ്ത്തിയതും 6 വിക്കറ്റിനാണ്. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇനിയൊരു മത്സരം മാത്രമാണ് ഇന്ത്യക്ക് ബാക്കിയുള്ളത്. മാർച്ച് 2-ാം തീയതി നടക്കാനിരിക്കുന്ന മത്സരത്തിൽ ന്യൂസിലൻഡാണ് അവരുടെ എതിരാളികൾ. ആദ്യ 2 കളികളിലും ഒരേ പ്ലേയിങ് 11 തന്നെയായിരുന്നു ടീം ഇന്ത്യ അണിനിരത്തിയത്. വലിയ ടൂർണമെന്റുകളിൽ കളിക്കുമ്പോൾ വിന്നിംഗ് കോമ്പിനേഷനിൽ മാറ്റം കൊണ്ടുവരാൻ താല്പര്യപ്പെടാത്ത ടീമാണ് ഇന്ത്യ. ചാമ്പ്യൻസ് ട്രോഫിയിലെ ആദ്യ 2 കളികളിലും സമാന പ്ലേയിങ് 11-മായാണ് ഇന്ത്യ കളിച്ചതും. എന്നാൽ ന്യൂസിലാൻഡിനെതിരെ നടക്കാനിരിക്കുന്ന മത്സരത്തിൽ ഇന്ത്യൻ ടീമിൽ ഒരു മാറ്റത്തിന് സാധ്യതകൾ ഉണ്ടെന്നാണ് റിപ്പോർട്ട്. ആദ്യ 2 കളികളിലും ഇന്ത്യയുടെ പേസ് നിരയെ നയിച്ച മുഹമ്മദ് ഷമിക്ക് അടുത്ത മത്സരത്തിൽ നിന്ന് ഇന്ത്യ വിശ്രമം അനുവദിച്ചേക്കുമെന്നാണ് സൂചനകൾ. ബംഗ്ലാദേശിനെതിരെ 5 വിക്കറ്റുകൾ വീഴ്ത്തിയ ഷമിക്ക് പാകിസ്ഥാനെതിരെ വിക്കറ്റുകളൊന്നും നേടാൻ സാധിച്ചിരുന്നില്ല. ന്യൂസിലാൻഡിന് എതിരായ കളിക്ക് ശേഷം സെമി ഫൈനൽ മത്സരമാണ് ഇന്ത്യയെ കാത്തിരിക്കുന്നത്. പരിക്കിനെ തുടർന്ന് ഏറെക്കാലം പുറത്തിരുന്നതിനു ശേഷം കഴിഞ്ഞിടയ്ക്ക് തിരിച്ചെത്തിയ ഷമിക്ക് സെമി പോരാട്ടത്തിന് മുൻപ് വിശ്രമം നൽകുന്നത് മികച്ചൊരു നീക്കമായിരിക്കുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ഷമിക്ക് വിശ്രമം നൽകുകയാണെങ്കിൽ അർഷ്ദീപ് സിംഗിന് പ്ലേയിങ് 11-ലേക്ക് വിളി വന്നേക്കും. അതേസമയം ഷമിയുടെ കാര്യം മാറ്റി നിർത്തിയാൽ അടുത്ത കളിയിൽ ഇന്ത്യൻ ടീമിൽ മറ്റ് മാറ്റങ്ങൾക്കൊന്നും സാധ്യതയില്ല. ബാറ്റിംഗ് നിരയിൽ രോഹിത് ശർമ്മയും ശുഭ്മാൻ ഗില്ലും വിരാട് കോഹ്ലിയും ശ്രേയസ് അയ്യരും KL രാഹുലും ഇറങ്ങും. കോഹ്ലി കൂടി ഫോമിലേക്ക് മടങ്ങിയെത്തിയതോടെ ടീമിന്റെ ബാറ്റിംഗ് കരുത്ത് ഇരട്ടിയായി കഴിഞ്ഞു. ഹർദിക് പാണ്ഡ്യ, അക്സർ പട്ടേൽ, രവീന്ദ്ര ജഡേജ എന്നിവരാകും ഓൾറൗണ്ടർമാരായി ഇറങ്ങുക. പേസ് നിരയിൽ അർഷ്ദീപ് സിംഗ്, ഹർഷിത് റാണ എന്നിവരും സ്പെഷ്യലിസ്റ്റ് സ്പിന്നറായി കുൽദീപ് യാദവും കളിക്കും. അങ്ങനെയെങ്കിൽ രോഹിത് ശർമ്മ, ശുഭ്മാൻ ഗിൽ, വിരാട് കോഹ്ലി, ശ്രേയസ് അയ്യർ, ഹർദിക് പാണ്ഡ്യ, അക്സർ പട്ടേൽ, KL രാഹുൽ, രവീന്ദ്ര ജഡേജ, ഹർഷിത് റാണ, അർഷ്ദീപ് സിംഗ്, കുൽദീപ് യാദവ് എന്നിവരാകും ഇന്ത്യയുടെ സാധ്യതാ പ്ലേയിങ് 11-ൽ ഉൾപ്പെടുന്നവർ.